ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഹൻലാൽ നായകനായി ജിത്തു ജോസഫ് തിരക്കഥ സംവിധാനം ചെയ്ത് മെയ് 21 തിയേറ്ററിലെത്തി. നിലവിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കി 200 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത് മുന്നോട്ട് പോകുന്ന മലയാള സിനിമയാണ് ദൃശ്യം 3. ചിത്രത്തിൻ്റെ 10ാം ദിവസമായ രണ്ടാമത്തെ ശനിയാഴ്ച കൂടിയാണ് ഇന്ന് പിന്നിടുന്നത്. സിനിമയുടെ ഇന്നലെ വരെയുള്ള 9 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇന്നലെ കേരളത്തിൽ ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് 4,27,00,000 രൂപയാണ്. അങ്ങനെ 9 ദിവസം കൊണ്ട് കേരളത്തിൽ 67,02,00,000 രൂപയാണ് സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. 9 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 208-209 കോടി റേഞ്ചിലാണ്. ഇനി 10ാം ദിവസം എന്ന ശനിയാഴ്ചയിലെ കേരള പ്രീസെയിലുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് വന്നാൽ ഇന്ന് 2,22,00,000 രൂപയാണ് കേരളത്തിൽ അഡ്വാൻസ് ബുക്കിലൂടെ നേടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ 9ാം ദിവസം എന്നതിലെ വെള്ളിയാഴ്ച അപേക്ഷിച്ച് ഈ സിനിമയ്ക്ക് ഇന്ന് ശനിയാഴ്ച പ്രീസെയിൽ കൂടിയിട്ടുണ്ട്. ഈദ് റിലീസായി ഇക്കഴിഞ്ഞ മെയ് 28 വ്യാഴാഴ്ച തിരഞ്ഞെടുത്തിയ മലയാള സിനിമയാണ് കാട്ടാളൻ. പോൾ ജോർജ് തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ആന്റണി വർഗീസ് പെപ്പെ, സുനിൽ, ജഗദീഷ്, തുഷാര വിജയൻ, കബീർ ദുഹാൻ സിംഗ്, ഹനാൻ ഷാ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ചിത്രം ആദ്യ ദിവസം കേരളത്തിൽ 3,47,00,000 രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. എന്നാൽ രണ്ടാം ദിവസം കൂടിയ ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമയ്ക്ക് കേരളത്തിൽ 1 കോടി റേഞ്ചിൽ പ്രതീക്ഷിച്ചെങ്കിലും നിലവിൽ 92 ലക്ഷം രൂപ മാത്രമാണ് കേരള ഘടനയായി സ്വന്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 4,39,00,000 രൂപയാണ് സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ആദ്യ ദിവസം 9,02,00,000 രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. ഇത് സംബന്ധമായ ഒഫീഷ്യൽ പോസ്റ്റർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. എന്നാൽ രണ്ടാം ദിവസം ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമ 4 കോടിക്ക് താഴെ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 2 ദിവസം കൊണ്ട് 12.5-13 കോടി റേഞ്ചിലാണ് ഈ സിനിമ ലോകമെമ്പാടുമായി സ്വന്തമാക്കിയിരിക്കുന്നത്. മെയ് 28 വ്യാഴാഴ്ച തിരഞ്ഞെടുത്തി പോസിറ്റീവ് അഭിപ്രായം തിരഞ്ഞെടുത്ത തമിഴ് സിനിമയാണ് ബ്ലാസ്റ്റ്. നവാഗതനായ സുഭാഷ് കെ രാജ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അർജുൻ, അഭിരാമി, പ്രീതി മുകുന്ദൻ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമയുടെ ആദ്യ 2 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ തമിഴ്നാട്ടിൽ 2,53,00,000 രൂപയും കർണാടകയിൽ 45 ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. തെലുങ്കിൽ നിന്ന് 2 ദിവസം കൊണ്ട് 1,05,00,000 കളക്ട് ചെയ്ത ഈ സിനിമ കേരള കളക്ഷനായി സ്വന്തമാക്കിയിരിക്കുന്നത് 33 ലക്ഷം രൂപയാണ്. നോർത്ത് ഇന്ത്യയിൽ നിന്ന് 2 ലക്ഷം ഉൾപ്പെടെ ആദ്യ 2 ദിവസം കൊണ്ട് 4,38,00,000 രൂപയാണ് ഇന്ത്യൻ ഗ്രോസ്. വിദേശത്തും മികച്ച പ്രതികരണം ഈ സിനിമയ്ക്ക് നേടിയെടുക്കാനായിട്ടുണ്ട്. ആദ്യ 2 ദിവസം കൊണ്ട് തന്നെ $1,80,000, അതായത് 1,72,00,000 രൂപയാണ് വിദേശ കളക്ഷൻ. അങ്ങനെ 2 ദിവസം കൊണ്ട് 6,10,00,000 രൂപയാണ് ലോകമെമ്പാടുമായി സ്വന്തമാക്കിയിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് ബ്രേക്ക് ഈവൻ പോയിന്റ് 9 കോടി രൂപയാണ്. നിലവിൽ 2,92,00,000 രൂപ ഷെയറായി കിട്ടിയിട്ടുണ്ട്. സുഭാഷ് ലളിത സുബ്രഹ്മണ്യം തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത് മെയ് 28 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് കറക്കം. ചിത്രത്തിൽ ശ്രീനാഥ് ഭാസി, സിദ്ധാർത്ഥ് ഭരതൻ, ജീൻ പോൾ ലാൽ, ഫെമിന ജോർജ്, അഭിരാൻ രാധാകൃഷ്ണൻ, ബിജുക്കുട്ടൻ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ രണ്ടാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ 7,70,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ 18 ലക്ഷം രൂപ ഈ സിനിമ കരസ്ഥമാക്കിയിട്ടുണ്ട്. മലയാളം, ഹിന്ദി, തമിഴ് എന്നിങ്ങനെ വിവിധ ഭാഷകളിലായി ഒട്ടനവധി സിനിമകൾ തിയേറ്റർ റിലീസായി എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിലും മെയ് 14 തിയേറ്ററിലെത്തി സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ അതിരടി എന്ന സിനിമയ്ക്ക് ഇപ്പോഴും മികച്ച ഹോൾഡ് നിലനിർത്തി മുന്നോട്ട് പോകാനാകുന്നുണ്ട്. അരുൺ അനിരുദ്ധൻ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമ ഇന്നലെ 16ാം ദിവസമായ വെള്ളിയാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 53 ലക്ഷം രൂപയാണ്. അങ്ങനെ 16 ദിവസം കൊണ്ട് 34,87,00,000 രൂപയാണ് കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 66 കോടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.